നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച. ഷൊർണൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26-ന്. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. നഷ്ടമായത് നടൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. മലയാളക്കരയ്ക്ക് ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ ഹൃദയം കവർന്ന കലാകാരന്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് തീരാ നഷ്ടം. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടുകർമ്മം തൃശൂരിൽ. പ്രധാന വേദി തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിന് സാക്ഷിയായി. ഗുണനിലവാരക്കുറവും നിർമ്മാണ വസ്തുക്കളുടെ വിലവർധനവും കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ട് അടുപ്പിക്കുകയാണെന്ന് ലെൻസ്ഫെഡ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാർ. ഗുണനിലവാരം ഉറപ്പുവരുത്താനും അടിക്കടിയുള്ള വിലവർധനവ് തടയാൻ കളക്ടർ ചെയർമാനായ സമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് നിരാശാജനകമെന്നും കൃഷ്ണകുമാർ. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയ ലക്കിടിയിൽ സ്വീകരണം. കമ്പ്യൂട്ടറിന്റെ കടന്നുവരവിനെ തടഞ്ഞതിലൂടെ രാജ്യത്ത് നടത്തേണ്ടിയിരുന്ന സാങ്കേതിക വിപ്ലവത്തിന് മങ്ങലേറ്റുന്ന VK ശ്രീകണ്ഠൻ MP. എന്തിനേയും കണ്ണടച്ചെടുത്ത സമീപനത്തിലെ മാറ്റം ഗുണകരമാണെന്നും MP. AI കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ AI കോൺക്ലേവ് പാലക്കാട്. ഒറ്റപ്പാലം വറോഡിൽ യുവാവിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. പോലീസ് പിടിയിലായത് പനമണ്ണ അമ്പലവട്ടം സ്വദേശികളായ നിതീഷ് കുമാറും ഷിജിലും, വെള്ളിനേഴി സ്വദേശി വൈശാഖും. കുന്നംകുളം കാണിപ്പയ്യൂരിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞയുടൻ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗവും നടക്കും. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 21-ന് ഞായറാഴ്ച അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കും. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുക. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ 35 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. രാവിലെ റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ സാന്നിധ്യത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യം മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ചേരും. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിച്ചു കൊടുക്കും. ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-ന് ആരംഭിക്കും. അന്ന് ഉച്ചയ്ക്ക് 2:30-ന് തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോട് അനുബന്ധിച്ച് പന്തൽ നാട്ടൽ കർമ്മം തൃശൂരിൽ നടന്നു. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ കെ രാജൻ, മന്ത്രി ആർ ബിന്ദു തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. മലയാളികൾക്ക് ഹൃദയസ്പർശിയായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അതുല്യ പ്രതിഭ മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്. സിനിമാ ലോകത്ത് നടൻ, തിരക്കഥാകൃത്ത്, ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്നീ നിലകളിൽ തിളക്കമാർന്ന ഒരു അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. മലയാള മണ്ണിൻ്റെ ഗന്ധമുള്ള ഒട്ടേറെ കുടുംബ ചിത്രങ്ങൾ, ഓർത്തോർത്ത് ചിരിക്കാൻ മലയാളികളുടെ മനസ്സിലേക്ക് ഒട്ടനവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും, കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500-1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ?
അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. 1974 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെ രംഗപ്രവേശം. സാമൂഹിക പ്രശസ്തിയുള്ള വിഷയങ്ങൾ ആസക്തിയിലൂടെ അവതരിപ്പിച്ച് മലയാളി മനസ്സുകളുടെ ഹൃദയം കവർന്ന കലാകാരൻ. 48 വർഷം നീണ്ടുനിന്ന സിനിമാ ലോകത്ത് ഒട്ടേറെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ചിന്താവിഷ്ടയായ ശ്യാമള, പൊന്മറ്റയിടുന്ന താറാവ്, മിഥുനം, വടക്കുനോക്കി യന്ത്രം, പട്ടണപ്രവേശം, സന്ദേശം എന്നിവ ചിലതുമാത്രം. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്നത് നാട്ടിൻപുറത്തെ ഓരോ കഥാപാത്രങ്ങളും വെള്ളിത്തിരയിൽ പിറവിയെടുത്തു. മറക്കാനാവാത്ത ഒട്ടേറെ സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീനിവാസന്റെ വിയോഗത്തിൽ STVയും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഷൊർണൂർ. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 2 ആഴ്ചയ്ക്കൊരിക്കൽ ശ്രീനിവാസനെ പോയി കാണുമായിരുന്നുവെന്നും ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നും സത്യൻ അന്തിക്കാട് വിതുമ്പി പറഞ്ഞു. അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാനെല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. പ്രശസ്ത കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീനിവാസൻ ലോകത്തോടെ വിട പറഞ്ഞെങ്കിലും നിരവധി ഹിറ്റ് സിനിമകളുടെ തിരക്കഥ എഴുതിയ ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൗസിൻ്റെ 2-ാം നമ്പർ റൂം എന്നും ഓർമ്മയായി ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് രചിക്കപ്പെട്ട സിനിമകൾ മുഴുവൻ വൻ ഹിറ്റുകൾ തന്നെയായിരുന്നു. പ്രശസ്ത കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീനിവാസൻ ഈ ലോകത്തോടെ വിട പറഞ്ഞെങ്കിലും എന്നും ഓർത്തുവയ്ക്കാൻ നിരവധി ഹിറ്റ് സിനിമകളുടെ തിരക്കഥ എഴുതിയ ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൗസിൻ്റെ 2-ാം നമ്പർ റൂം എന്നും ഓർമ്മയ്ക്കായി ഇവിടെയുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ചിന്താവിഷ്ടയായ ശ്യാമള അവസാനമായി ഇവിടെ വെച്ച് എഴുതിയ കഥ പറയുമ്പോൾ അങ്ങനെ പോകുന്നു നീണ്ട സിനിമകളുടെ കഥകൾ. ശ്രീനിവാസൻ ഇവിടെ ഇരുന്നാണ് തൻ്റെ തൂലികകൾ കൊണ്ട് കുറിച്ചിരുന്നത്. ഒരു കാലത്ത് സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനായിരുന്നു പയങ്കുളം, പാഞ്ഞാൾ, ചെറുതുരുത്തി സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ അന്ന് താമസിക്കാൻ ഇവിടെ ഹോട്ടലുകളും മറ്റു റൂമുകളോ താമസിക്കാൻ ഉള്ള സ്ഥലങ്ങളോ ഉണ്ടായിരുന്നില്ല. ഏക ആശ്രയം ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൗസ് ആയിരുന്നു. അതുകൊണ്ടാണ് സ്ഥിരമായി 2-ാം നമ്പർ റൂം തിരഞ്ഞെടുക്കുന്നത്. മുകളിലായതിനാൽ ആരുടെയും ശല്യം ഉണ്ടാവുന്നില്ല. നിരവധി പടങ്ങളിൽ പ്രൊഡക്ഷൻ മാനേജറായി വർക്ക് ചെയ്തിരുന്നത് സുരേന്ദ്രൻ പാഞ്ഞാൾ എന്ന വ്യക്തിയായിരുന്നു. ശ്രീനിവാസിൻ്റെ സഹായി കഥ എഴുതാൻ വരുമ്പോൾ ഇദ്ദേഹത്തെ വിളിക്കുകയും ബാക്കി ലൊക്കേഷൻ കാണിച്ചു കൊടുക്കലും ഭക്ഷണത്തിൻ്റെയും മറ്റു കാര്യങ്ങൾ എല്ലാം ഇദ്ദേഹമാണ് നോക്കിയിരുന്നത്. നാടൻ ഭക്ഷണം മാത്രം ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹം ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. ഈ റെസ്റ്റ് ഹൗസിൻ്റെ ആദ്യത്തെ ജോലിക്കാരൻ പരേതനായ മുഹമ്മദ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷണത്തോടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭക്ഷണമാണ് കഴിച്ചിരുന്നതെന്ന് സുരേന്ദ്രൻ ഓർത്തുകൊണ്ട് പറഞ്ഞു. സിനിമാ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയുണ്ടായി. അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ചെറുതുരുത്തി റെസ്റ്റ് ഹൗസാണ് ഞങ്ങൾക്ക് ആദ്യമായി ഓർമ്മയിൽ വരുന്നത്. ഈ റെസ്റ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ടാണ് ശ്രീനി സാർ പല ചർച്ചകളും പുതിയ പുതിയ സിനിമകളുടെ വഴികളും തുറന്നുവിട്ടത്. അന്നും ഇന്നും സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഥ പറയുന്ന ഏക വ്യക്തി ശ്രീനിവാസൻ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കുറച്ച് പ്രവർത്തനങ്ങളിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു സഹായിയായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ചിന്താവിഷ്ടയായ ശ്യാമള, ഇംഗ്ലീഷ് മീഡിയം, പിന്നെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തിൻ്റെ എല്ലാ വർക്കുകളും നടന്നത് ചെറുതുരുത്തി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. അദ്ദേഹം രാവിലെ തൊട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞ് ഏൽപ്പിക്കും, അതവിടെ എത്തിക്കലും ഇദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു നല്ല സംവിധായകനും തിരക്കഥാകൃത്തും നല്ലൊരു നടനും നല്ലൊരു മനുഷ്യസ്നേഹിയുമായിരുന്നു ശ്രീനിവാസൻ സാർ. കൂടാതെ ദിനംപ്രതി ശ്രീനിവാസനെ കാണാനായി സത്യൻ അന്തിക്കാട്, ലോഹിദാസ്, മറ്റു നിരവധി പ്രൊഡ്യൂസർമാരും ഇദ്ദേഹത്തെ കാണാൻ ഇവിടെ വരികയും ആശാവിനിമയം നടത്തുകയും തുടർന്ന് തിരിച്ചു പോകുന്ന പരിപാടിയായിരുന്നു. കഥ പറയുമ്പോൾ എന്ന കഥ എഴുതാൻ വന്നപ്പോൾ മുഹമ്മദ് ഈ ലോകത്തോട് വിട പറഞ്ഞതിനെ തുടർന്ന് വേറൊരു ആളെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. 2-ാം നമ്പർ റൂം ശ്രീനിവാസൻ സാറിനെയും
മറക്കാൻ ഒരിക്കലും പറ്റില്ലെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം എനിക്കിപ്പോഴും രജനീകാന്തിൻ്റെ ടൈലർ 2ാം ഭാഗം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മാനേജരായി ജോലി ലഭിച്ചതെന്നും സുരേന്ദ്രൻ പാഞ്ഞാൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുണനിലവാരക്കുറവും നിർമ്മാണ വസ്തുക്കളുടെ വിലവർദ്ധനവും കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ടടിപ്പിക്കുകയാണെന്ന് ലെൻസ്ഫെഡ്. ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള അടിക്കടിയുള്ള വിലവർദ്ധനവ് തടയാൻ കളക്ടർ ചെയർമാനായ സമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് നിരാശാജനകമാണെന്നും ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ നിർമ്മാണത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സംസ്ഥാനത്ത് തന്നെ സജ്ജമാവേണ്ടതുണ്ട്. വലിയ തോതിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. KSMARTലെയും തദ്ദേശ നിയമങ്ങളും ലഘൂകരിച്ചത് ഗുണകരമാണ്. പുഴയിലെ ചെളിയും മണലും നീക്കം ചെയ്ത് വിൽപ്പന നടത്താനുള്ള സംവിധാനം ആവശ്യമാണ്. നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ഡിസംബർ 23-ന് കോങ്ങാട് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അനിയന്ത്രിതമായിട്ടുള്ള വിലവർദ്ധനവ്, യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പ് കൂടാതെയുള്ള വിലവർദ്ധനവും അതുമാതിരി ഗുണനിലവാര തകർച്ചയും നമ്മൾ കണ്ടുവരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിനായിട്ട് ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യവും ആവശ്യപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഈ സമ്മേളനം മുന്നിൽ വയ്ക്കുന്നത്. അതുപോലെ തന്നെ GST സംസ്ഥാന സർക്കാരും അതുപോലെ സെൻട്രൽ ഗവൺമെന്റൊക്കെ നമുക്ക് GST ഒരു കുറവ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും സിമെന്റിന്റെ ഉൽപ്പന്നത്തിൽ സിമെന്റ് 10%, അതുമാതിരി മറ്റുള്ള നിർമ്മാണ മേഖല ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ഒരു 5% കുറവ് ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഗുണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഗുണം നമ്മുടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് കൂടി നമ്മൾ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. സെക്രട്ടറി S. രാജേഷ്, ട്രഷറർ V. രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജനാർദ്ദനൻ, P. സുരേഷ്, മുഹമ്മദ് റമീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിന്റെ കൊലയാളികളാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് കയറി കൂടിയിട്ടുള്ളത്. നമ്മൾ 2005-ലാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം നേടിത്തരുന്ന ഒരു തൊഴിലുറപ്പ് നിയമം പാർലമെന്റിനകത്ത് പാസ്സായത്. അതിൻ്റെ ഗുണം ഇന്ത്യ രാജ്യത്തെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു 2ാം UPA സർക്കാർ ഒഴിച്ച് നിർത്തിയ 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ല. പിന്നീട് അതിനെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്താണ് രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കാരണം തൊഴിലുറപ്പ് പദ്ധതി എന്ന് നോക്കൂ. അതൊരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. P. ശ്രീലത അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP സുധീർ, K. ഗംഗാധരൻ, വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, മനശ്ശേരി ലോക്കൽ സെക്രട്ടറി M. ഗോപാലകൃഷ്ണൻ, ബാലൻ A. വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയലിക്കടിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. SSF ജില്ലാ ജനറൽ സെക്രട്ടറി സാലിഹ് മോളു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 2026 അതിൻ്റെ 100ാം വാർഷികമാണ്. മഹത്തായ ഈ ഉത്സവത്തിൻ്റെ ആനന്ദ അലയൊലികൾ കഴിഞ്ഞ വർഷം മുതൽ നാം ആരംഭിച്ചതാണ്. 2024, 25, ഇത് 25ആണല്ലോ. കഴിഞ്ഞ വർഷം ഈ മഹത്തായ പ്രസ്ഥാനം സമൂഹത്തിന് സംഭാവന ചെയ്ത ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ നിസ്തുലമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയ നിറകുടമായ SOS ഈമാനിന്റെ ചുണക്കുട്ടികൾ
ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേജ് സമ്മേളനം നടത്തിയാണ് കഴിഞ്ഞ വർഷം നാം ആഘോഷിച്ചത്. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്കാണ് പായലക്കടിയിൽ സ്വീകരണം ലഭിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ പ്രസിഡന്റ് ഡോക്ടർ TM നാസർ അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി സൈദലവി പുതുക്കാട്, ഷറഫുദ്ദീൻ ബുഖാരി എന്നിവർ വിഷയാവതരണം നടത്തി. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി MP അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ക്യാപ്റ്റന്മാരായ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി, ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി കാരാകുർശി, ഉമർ മദനി വിളയൂർ, KS തങ്ങൾ പഴമ്പാലക്കോട്, P അലിയാർ അമ്പലപ്പാറ, ഉമർ ഓങ്ങല്ലൂർ, MV സിദ്ദിഖ് സഖാഫി, മുജീബ് പാവക്കോണം, K ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റന് ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കമ്പ്യൂട്ടറിന്റെ കടന്നുവരവിനെ തടഞ്ഞതിലൂടെ രാജ്യത്ത് നടക്കേണ്ടിയിരുന്ന സാങ്കേതിക വിപ്ലവത്തിന് മങ്ങലേറ്റെന്ന് VK ശ്രീകണ്ഠൻ MP. എന്തിനേയും കണ്ണടച്ചെതിർക്കുന്ന സമീപനത്തിലെ മാറ്റം ഗുണകരമാകണമെന്നും MP. AI കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ AI കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. ലോകത്ത് മനുഷ്യശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാമതാണെങ്കിലും സാങ്കേതിക മുന്നേറ്റത്തിൽ പിന്നോക്കം പോയത് എതിർപ്പുകൾ കൊണ്ടാണ്. എന്തിനേയും എതിർക്കുകയല്ല, ഗുണകരമായവയെ സ്വീകരിക്കാനുള്ള സമീപനമാണ് വേണ്ടതെന്നും MP പറഞ്ഞു. സാങ്കേതിക വിദ്യകളെ അവഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. വിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതിക വിദ്യയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ വിലയിരുത്തൽ കൂടിയാവും പുരോഗമനത്തിൻ്റെയും വികസനത്തിൻ്റെയും അടിസ്ഥാനമെന്നും VK ശ്രീകണ്ഠൻ MP കൂട്ടിച്ചേർത്തു. ശരിക്കും ഒരു കൗതുകമാകുന്നതും ജിജ്ഞാസ ലോകത്തെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ കൂടുതൽ യാന്ത്രികമായ നിർമ്മിതമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ലോകത്തെ മുഴുവൻ പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ബുദ്ധി നിർമ്മിത ബുദ്ധിയാകുന്നത്? നമ്മൾ അതിനോട് ഇടപഴകി ജീവിച്ചുകൊണ്ടിരിക്കുകയും ഇനി അടുത്ത തലമുറ തീർച്ചയായിട്ടും വിദഗ്ധയില്ലാത്ത നിർബന്ധമായിട്ടുള്ള മുഴുവൻ സമയം പ്രവർത്തനത്തിൽ യന്ത്രങ്ങളെ കൊണ്ട് നാടിൻ്റെ പുരോഗതി വികസനവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ പല രീതിയിലും ആശങ്കയുണ്ട്. ശാസ്ത്രലോകം തന്നെ വളരെ കൗതുകത്തോടുകൂടിയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഓരോ മിനിറ്റുകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ ആകെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വരെ അത് കാര്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ പ്രസിഡന്റ് രാമചന്ദ്ര മേനോൻ പരിക്കൽ അധ്യക്ഷത വഹിച്ചു. AI വിദഗ്ധരായ ഡോക്ടർ P രവീന്ദ്രൻ, ഡോക്ടർ പ്രഹ്ലാദ് വടക്കേപ്പാട്ട്, S ജയകുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. സെക്രട്ടറി MK രമേശ്, മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലവ്ലി, പോൾസൺ M പോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം വരോടിൽ യുവാവിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. പനമണ്ണ അമ്പലവട്ടം സ്വദേശി വിജീഷ് കുമാർ, അമ്പലവട്ടം സ്വദേശി ഷിജിൽ, വെള്ളിനേഴി സ്വദേശി വൈശാഖ് എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് വരോട് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ചാണ് ആക്രമണം നടന്നത്. രാഹുലിന്റെ സുഹൃത്തായ പ്രജീഷിന്റെ ജ്യേഷ്ഠൻ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ജനുവരി 5-ന് ഒറ്റപ്പാലം കോടതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത്. ഈ കേസിലെ പ്രതികളായ വിജീഷ് കുമാറിനും ഷിജിലിനും എതിരെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധം മുൻനിർത്തി ബൈക്കിൽ പോകുകയായിരുന്ന രാഹുലിനെ മറ്റൊരു ബൈക്കിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈവശം കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്തിന് കുത്തുകയായിരുന്നു. കേസിൽ പനമണ്ണ അമ്പലവട്ടം കോന്ത്രംകുണ്ടിൽ 30 വയസ്സുള്ള വിജീഷ് കുമാർ, അമ്പലവട്ടം മൂർക്കത്ത് വീട്ടിൽ 29-കാരൻ ഷിജിൽ, വെള്ളിനേഴി അടയ്ക്കാപുത്തൂർ തയ്യൽ വീട്ടിൽ 28-കാരൻ വൈശാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതിയായ വിജീഷാണ് രാഹുലിനെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സൗത്ത് പനമണ്ണ വായനശാല ഭാഗത്തുനിന്നും വിജീഷ് കുമാറിനെയും ഷിജിലിനെയും
തൃശൂർ ചാലക്കുടിയിൽ നിന്നും വൈശാഖിനെയും പിടികൂടുകയായിരുന്നു. രാഹുലിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വിജീഷ് കുമാറിൻ്റെ പേരിൽ 5 കേസുകളും ഷിജിലിൻ്റെ പേരിൽ 3 കേസുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പരിക്കേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. CPM പ്രവർത്തകനായ കാണിപ്പയ്യൂർ വെള്ളത്തേരിയിൽ വീട്ടിൽ 49 വയസ്സുള്ള കൃഷ്ണകുമാർ, BJP പ്രവർത്തകനായ കാണിപ്പയ്യൂർ കരുമത്ത് വീട്ടിൽ 45 വയസ്സുള്ള ബിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിതെളിച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ BJP അനുഭാവിയായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്ത വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM പ്രവർത്തകർ ആരോപിച്ചു. സോഡാ കുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബിനുവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തിന്റെ സംഗീത പ്രതിഭാ ചരിത്രത്തെ സംരക്ഷിക്കാൻ യുവാക്കൾ കലാസംഗീത രംഗത്തേക്ക് വരണമെന്ന് അന്താരാഷ്ട്ര വയലിൻ വാദകൻ ഡോക്ടർ എൽ ശങ്കർ പറഞ്ഞു. എളുപ്പത്തിൽ പ്രശസ്തി ആർജിക്കാവുന്ന മേഖലയല്ല സംഗീത ലോകമെന്നും പാലക്കാട് നടന്ന പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ എൽ ശങ്കർ പറഞ്ഞു. 1980-ൽ സ്വയം നിർമ്മിച്ച ഡ്യുവൽ നെക്ക് വയലിനിൽ സംഗീതത്തിൻ്റെ മാസ്മരികത തീർത്ത സംഗീതജ്ഞനാണ് ഡോക്ടർ എൽ ശങ്കർ. ഒരേ സമയം പാശ്ചാത്യ പൗരസ്ത്യ സംഗീതത്തെ സമന്വയിപ്പിച്ചുള്ള സംഗീത പരിപാടികൾ ലോകത്തെ സംഗീതപ്രേമികളെ ആശ്ചര്യവും ആനന്ദവും ഉണ്ടാക്കി. പത്മശ്രീ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉൾപ്പെടെ രാജ്യത്തെ പ്രഗത്ഭരായ ഉപകരണ സംഗീതജ്ഞരുമായി ചേർന്ന് നിരവധി സംഗീത പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സംഗീതമേഖല വിജ്ഞാനശാഖ കൂടിയാണ്. മണിയയ്യരും ചെമ്പൈ ഭാഗവതരുടെയും ജന്മം കൊണ്ട പാലക്കാടിൻ്റെ പെരുമ ഏറെ പ്രശസ്തമാണ്. ഏറെ സമയവും മൊബൈലിൽ സമയം കളയുന്ന യുവതലമുറ സർഗശേഷിയും സംവേദനശേഷിയും നഷ്ടപ്പെടുത്തുകയാണ്. കലാസംഗീത ലോകത്ത് യുവാക്കൾ സജീവമാകണമെന്നും ഗ്രാമി അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ എൽ ശങ്കർ പറഞ്ഞു. I created a group called Shakti, like in 1973. And this guitarist, John McLaughlin, will come and study with me Indian music at the time. And then we created this group, and Ustad Zakir Hussain, my friend, was also part of the group, and Vicky Vinayakram, the clay pot player. And besides all of that, it was just marking Zakir Hussain passed away last year, December 15th, so it's marking almost like 1 year. And it's great to be here. Please keep on continuing, and I advise all the younger artists never to give up. I learned this music, both my parents are only musicians. My father is a vocalist and violinist, and my mom is a veena player and vocalist. So I learned this only as a passion. I never expected to be famous or to make money, but I really believed in it and kept on going, and everything else came to me kind of. I was lucky, and I'm not saying I'm the best. I'm one of the guys. I'm a student of music. I'm always learning, and so there are so many talented people in the world, and you have to respect many of them and keep your ears open so you can improve. So please support the music, and for the younger generation, keep on practicing. Don't expect anything. And also nowadays, I think when I find it in the last 15-20 years, the younger generation, not everybody, they are always locked in the phone. They are always on the iPhone or different things, So it's important. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചകത്തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പരിശീലനം AEO കെ സുവർണകുമാർ ഉദ്ഘാടനം ചെയ്തു. PM പോഷൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഷൊർണൂർ ഉപജില്ലയിലെ പാചകത്തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ശനിയാഴ്ച ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിശീലന പരിപാടി.
ഷൊർണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുവർണകുമാരി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏത് എടുക്കണം, നമുക്ക് ഏതിനും ഫസ്റ്റ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുള്ളൊരു ഐറ്റം നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് മണ്ണാർക്കാട് വെച്ച് ഒരു ദിവസത്തെ ഒരു 1 ഡേ ട്രെയിനിങ് നടത്തുകയുണ്ടായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് കെ സന്ദീപ് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ ഷൊർണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ ഫയർഫോഴ്സ് ഓഫീസർ ശിവപ്രസാദും അമീൻ ഗ്യാസ് ഏജൻസിയിലെ ഇബ്രാഹിം ക്ലാസ് എടുത്തു. ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് VB കദീഷ്, HM ഫോറം കൺവീനർ കെ ഷാജി മാസ്റ്റർ, ഇന്ദിരാദേവി, ശില്പ, ബിന്ദു, R ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലയിലെ 75 വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കരയിൽ UDF പരാജയത്തിന് കാരണം പ്രധാനമായും UDFനെതിരെ LDF നടത്തിയ വ്യാപകമായ കുപ്രചരണങ്ങളാണെന്ന് മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. ജനഹിതം മനസ്സിലാക്കുന്നുവെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മങ്കരയിൽ 7 സീറ്റുണ്ടായിരുന്ന UDF 2ലേക്ക് എത്തി. ജനഹിതം മനസ്സിലാക്കുന്നുവെന്നും അടുത്ത 5 വർഷക്കാലം ജനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. വെട്ടിപ്പൊളിച്ച റോഡുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തതിനാൽ ഒന്നും നന്നാക്കാനായില്ല. അക്കാര്യം സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. അതും UDFൻ്റെ തലയിൽ കയറ്റിവെച്ചും ഇതും LDFന് വോട്ടായി മാറി. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മങ്കരയിൽ നടന്നത്. പല വാർഡുകളിലും BJP CPM വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു. ഇത് വോട്ട് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തായാലും പരാജയം കോൺഗ്രസ് അംഗീകരിക്കുന്നു. തുച്ഛമായ വോട്ടുകൾക്ക് മാത്രമാണ് പലരും പരാജയപ്പെട്ടത്. വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും മണ്ഡലം കമ്മിറ്റി നന്ദി അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷം UDFനുണ്ടായിരുന്നത് ഒരു പ്രസിഡന്റ് മാത്രമായിരുന്നു. ബാക്കിയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും വൈസ് പ്രസിഡന്റും എല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF 7 സീറ്റ് ഉണ്ടായിരുന്ന UDFന് 2 സീറ്റാണ് ജനങ്ങൾ നൽകിയത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് വരുന്ന 5 വർഷവും ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും വേണ്ടി ഞങ്ങൾ പൂർണ്ണമായും ഈ പഞ്ചായത്തിൽ രംഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിലുടനീളം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ജലജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലജീവന്റെ ഒരുപാട് റോഡുകൾ വെട്ടിപ്പൊളിച്ച് പല ഭാഗത്തും ഗതാഗത യോഗ്യമല്ലാത്ത തീർത്ത ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയല്ല. കാരണം ഈ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതും അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതിനെല്ലാം ഫണ്ട് സംസ്ഥാന ഗവൺമെന്റാണ് നൽകേണ്ടത്. ജലനിധിയുമായി ബന്ധപ്പെട്ട് ജലനിധിയുടെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പല പ്രാവശ്യം ഞങ്ങൾ കോൺട്രാക്ടറെയും അധികൃതരെയും സമീപിച്ചപ്പോൾ ഫണ്ടിന്റെ ദൗർലഭ്യം കൊണ്ടാണ് ആ പണി നീണ്ടുപോകുന്നത് എന്നാണ് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് പൊതുവായിട്ട് വികസനങ്ങൾ ഞങ്ങൾ എല്ലാ വീടുകളിലും ഒരു ദർശിനി എന്നൊരു പേപ്പർ എത്തിച്ചിട്ട് അതിൽ തന്നെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതെല്ലാം പഞ്ചായത്തിന്റെ പല ഭാഗത്തും UDFന്റെ ഭരണസമിതി ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇടതുപക്ഷം ഒരുപാട് കുപ്രചരണങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി UDFനെതിരെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകളുടെ കാര്യത്തിലായാലും ശരി, MLA ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടും അതിനെല്ലാം മൂടി വെച്ചുകൊണ്ട് UDF അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയെന്നാണ് അവർ പല ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. UDF അഴിമതിയും സ്വജനപക്ഷപാതവും ഒരു പ്രസിഡന്റിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക? ആ പ്രസിഡന്റിന്റെ കീഴിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വൈസ് പ്രസിഡന്റും ഒക്കെ ഉള്ളപ്പോൾ അവരും കൂടി ഇതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ അവരല്ലേ ഇതിന് ഉത്തരവാദി? അതിന് ഉത്തരം പറയേണ്ടത് CPM നേതൃത്വമാണ്. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി, വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 20 വർഷത്തോളമായി വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ജില്ലാ കമ്മിറ്റി അംഗവുമായ KP ചാമുണ്ണി ഇനി കോൺഗ്രസിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. പഴയ തറവാടാണ് കോൺഗ്രസ് എന്ന് KP ചാമുണ്ണി പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തനായിരുന്ന മാങ്കുർശി സ്വദേശി KP ചാമുണ്ണി എന്ന 85-കാരനാണ് വെൽഫെയർ പാർട്ടി വിട്ട് തറവാട്ട് വീടായ കോൺഗ്രസിലേക്ക് മടങ്ങാനൊരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് കോൺഗ്രസിലേക്ക് മടങ്ങുന്നതെന്നാണ് പറയുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റുകളെ ഇല്ലാതാക്കാനുള്ള പ്രാദേശിക നേതാക്കളുടെ പ്രവർത്തന രീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ചാമുണ്ണി കോൺഗ്രസിലേക്ക് മടങ്ങുന്നത്.
1969 മുതൽ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ആളാണെന്നും അതിൻ്റെ പേരിൽ അക്കാലത്തെ വ്യാജ കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് വർഷങ്ങളോളം കോടതി കയറിയിറങ്ങിയെന്നും ചാമുണ്ണി മനസ്സു തുറക്കുന്നു. പിന്നീട് കള്ളക്കേസാണെന്ന് പറഞ്ഞ് കേസുകൾ കോടതി തള്ളിയെന്നും 85-കാരനായ ചാമുണ്ണി പറയുന്നു. പഴയ തറവാടാണ് കോൺഗ്രസ് എന്നും ചാമുണ്ണി കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നതാണ് 67-68 കാലങ്ങളിൽ. അന്ന് വളരെ സജീവമായിട്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് അവരൊന്ന് എന്നെ ക്ഷണിച്ചു. ആ ക്ഷണിച്ച സമയത്ത് പറഞ്ഞു, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, അതുകൊണ്ട് കറപ്ഷൻ ഇല്ലാത്ത നിലയ്ക്ക് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, താങ്കൾ ഇതിലേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് മുതൽക്ക് കോൺഗ്രസിനെ നശിപ്പിക്കാറില്ല, കോൺഗ്രസിന് കുറച്ചുകൂടി മുതൽക്കൂട്ടുണ്ടാക്കാമെന്നുള്ള നിലയ്ക്കനുസരിച്ച് മാത്രം ഈ വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചിരുന്നതാണ്. അത് ആദ്യകാലം വെൽഫെയർ പാർട്ടി തുടങ്ങിയ അന്ന് മുതൽക്ക് ഞാൻ വെൽഫെയർ പാർട്ടിക്കാരായി ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. പക്ഷേ നന്നായി പോയിരുന്നതാണ്. അതുമായിട്ട് നല്ല നേതാക്കന്മാരുണ്ട്, AC നാസർമാരുള്ള ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ള നല്ല ആൾക്കാരുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം അതൊന്നും അറിയാതെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശത്രു ആയിട്ടുള്ള നിലപാടിൽ പ്രവർത്തിക്കുന്ന അവരെ കൂട്ടുകൂടിക്കൊണ്ട് അതിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുള്ള അനുഭവം കൂടിയാണ് പറയുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഇനി ആ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ ഞാൻ ഇല്ല. ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ബഹുമാനവും ആദരവുമുണ്ടെന്നും ചാമുണ്ണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി പോലീസിന്റെയും മാറ്റൂർ അറഫ സ്കൂളിലെ SPS-ന്റെയും നേതൃത്വത്തിൽ ഇരുചക്ര വാഹനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SPS പ്രൊജക്ടിന്റെ ഭാഗമായി ശുഭയാത്ര പ്രോഗ്രാമും സംഘടിപ്പിച്ചിരുന്നു. SI നിഖിൽ, SI സതീഷ്, സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, അറഫ സ്കൂളിലെ പ്രധാനാധ്യാപകൻ അബു താഹിർ, ചിത്ര തുടങ്ങിയവരും നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു. പറളിയിൽ സംഘടിപ്പിച്ച ബഡ്സ് ഒളിമ്പിയ ജില്ലാതല കായിക മത്സരത്തിൽ 46 പോയിന്റ് നേടി ആലത്തൂർ ബഡ്സ് സ്കൂൾ 1ാം സ്ഥാനം നേടി. കെ ശാന്തകുമാരി MLA സമ്മാനദാനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ പറളി സ്കൂളിൽ സംഘടിപ്പിച്ച ബഡ്സ് ഒളിമ്പിയ ജില്ലാതല കായിക മത്സരത്തിലാണ് 46 പോയിന്റ് കരസ്ഥമാക്കി ആലത്തൂർ ബഡ്സ് സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 36 പോയിന്റ് നേടി അഗളി ബഡ്സ് സ്കൂൾ 2ാം സ്ഥാനവും 29 പോയിന്റ് കരസ്ഥമാക്കി വിളയൂർ തൃത്താല ബഡ്സ് സ്കൂളുകൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും കെ ശാന്തകുമാരി MLA നിർവഹിച്ചു. ചടങ്ങിൽ P ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അനുരാധ, കായികാധ്യാപകൻ PG മനോജ്, PB സുഭാഷ്, ശില്പ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം ജനുവരി 2-ന് ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും മത്സരത്തിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്നും സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം ജനുവരി 2-ന് ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിൽ ആരംഭിക്കും. രാവിലെ 9 മണിക്ക് VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതലാണ് തുടക്കം കുറിക്കുന്നത്. മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിന് ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫിയും 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും. 1ാം റണ്ണറപ്പ് ടീമിന് 15,000 രൂപയും 2ാം റണ്ണറപ്പിന് 10,000 രൂപയും ക്യാഷ് പ്രൈസായി നൽകും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകുന്നതാണ്. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും ഭൗതിക കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സജീവ പങ്കാളിത്തം ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം അഭ്യർത്ഥിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം 2026 ജനുവരി 2-ന് ഒറ്റപ്പാലത്ത് ഭവാൻ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കുകയാണ്. മത്സരത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് ലോക്സഭാംഗം ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് നിർവഹിക്കും. മത്സരത്തിൽ വിജയിക്കുന്ന സ്കൂളിന്
കുലപതി ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫി നൽകുന്നതിനോടൊപ്പം 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ KS മേനോൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് NK ജയദേവൻ, വൈസ് പ്രസിഡന്റ് E പ്രഭുരാജൻ, P ശിവദാസൻ, അഡ്വക്കേറ്റ് TP അരവിന്ദാക്ഷൻ, ഹരിഗോവിന്ദ മേനോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി വറോഡ് NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ശനിയാഴ്ച നടന്നു. NSS ചിറ്റൂർ ആലത്തൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വറോഡ് NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു. ചിറ്റൂർ ആലത്തൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമല്ല, വനിതാ സമാജത്തിന്റെ പ്രവർത്തനമാണെങ്കിലും സംഘത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1870 ജനുവരി മാസം 2-ാം തീയതി കോട്ടയം ജില്ലയിലെ വാകക്കാട് നീരുമനയിലെ ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായിട്ട് പൂജാതനായ മന്നത്ത് പത്മനാഭപിള്ള എന്ന മന്നത്ത് പത്മനാഭൻ തുടങ്ങിവെച്ച NSSന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇനി 4 ചുവടുകൾക്കുള്ളിൽ ഇരിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ മരണം ആയ 1970 ഫെബ്രുവരി മാസം 25-ാം തീയതി വരെ അദ്ദേഹം NSSന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കരയോഗം സെക്രട്ടറി K സോമകുമാരൻ, വനിതാ സമാജം പ്രസിഡന്റ് A ഇന്ദുലക്ഷ്മി എന്നിവർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും എൻഡോമെന്റ് വിതരണവും K സനൽകുമാറും നിർവഹിച്ചു. 80 വയസ്സ് പൂർത്തീകരിച്ച കരയോഗ അംഗങ്ങളെ KK വിനീഷ് കുമാർ ആദരിച്ചു. കരയോഗം വർക്കിംഗ് പ്രസിഡന്റ് KP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. രവികുമാർ മുരിങ്ങമല, രജനി വിനോദ്, MG ഷീജ, K സുധാനന്ദൻ, P രാജശേഖരൻ, നന്ദനകൃഷ്ണൻ, K വിശ്വമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നന്മ നിറഞ്ഞ പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് അധ്യാപകരുടെ പ്രധാന ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P മുജീബ് റഹ്മാൻ പതിരിപ്പാല മൗണ്ട് സീന ഗ്രൂപ്പിന്റെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറയുന്നത് മൗണ്ട് സീന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, മൗണ്ട് സീന നൽകിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉടമകൾ ആരാണെന്ന് ചോദിച്ചാൽ, സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്ന് തൊട്ട് അധ്യാപകരിലൂടെ തുടങ്ങി അതുപോലെ തന്നെ പ്രിൻസിപ്പാളിലൂടെ വന്ന ഇവിടെയുള്ള ക്യാൻറ്റീൻ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർ കൈകോർത്തു നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഗുണഫലമാണ് ഈ സ്ഥാപനത്തിൻ്റെ മികവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ കാലം ഈ ദൗത്യം നമ്മിൽ നിന്ന് കൂടുതൽ ആവേശത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസൽമാനാകാം, മതമുള്ളവനാകാം, മതമില്ലാത്തവനാകാം. മൗണ്ട് സീന ഗ്രൂപ്പ് ചെയർമാൻ KK മമ്മുണ്ണി മൗലവി, കളത്തിൽ ഫാറൂഖ്, ഹമീദ് വാണിയമ്പലം, AP നാസർ, ഷാജഹാൻ മുണ്ടൂർ, KP അബ്ദുൾ റഹ്മാൻ, K അബ്ദുൾ സലാം, അബ്ദുൾ ഹസൻ, CKK അബ്ദുൾ നവനാഫ്, അബ്ദുൾ ഗഫൂർ, നൌഷാദ് മുഹിദ്ദീൻ, ഷംസുദ്ദീൻ പത്തിരിപ്പാല, ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, മൊയ്തീൻ, സയ്യിദ് അമീർ, VP മുഹമ്മദ് അലി, ഡോക്ടർ KS വിനോദ്, ബെക്സി M വർഗീസ്, H സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. മൗണ്ട് സീന സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി. മൗണ്ട് സീന ഗ്രൂപ്പിന്റെ സ്നേഹോപകാരം മൗണ്ട് സീന ചെയർമാൻ KK മമ്മുണ്ണി മൗലവി P മുജീബ് റഹ്മാന് കൈമാറി. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് സ്വാഗതവും മൗണ്ട് സീന ഡയറക്ടർ CK അബ്ദുൾ മനാഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രവാസി എഴുത്തുകാരൻ കബീർ M പറളിയെ പറളി നാട്ടുകൂട്ടം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്വീകരണ പരിപാടി NAM ഇസ്ഹാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. യൂസഫ് അധ്യക്ഷത വഹിച്ചു. മജീദ് മാസ്റ്റർ മൊമെന്റോ നൽകി ആദരിച്ചു. റിയാസ് പറളി, അവതാരിക ആയിഷ എന്നിവർ സംസാരിച്ചു. നഹീസ് ഷാനവാസ് സ്വാഗതവും സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. യജ്ഞം ഞായറാഴ്ച സമാപിക്കും. കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന 7ാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. ക്ഷേത്ര പരിസരത്തു നിന്നും താലത്തിന്റെയും വാദ്യത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചത്.
തുടർന്ന് ക്ഷേത്രം വലം വച്ച ശേഷം ഘോഷയാത്ര യജ്ഞവേദിയിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ ബ്രഹ്മശ്രീ എരുമയൂർ മുരളിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ കല്ലായി വിഷ്ണു നമ്പൂതിരി, ബ്രഹ്മശ്രീ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ശനിയാഴ്ചയും പാരായണം തുറന്നു. ഞായറാഴ്ച ഉച്ചയോടുകൂടി യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിറുത്തി കോഴിമമ്പർമ്പ ക്ഷേത്രത്തിൽ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കം കുറിക്കും. ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ എന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം സപ്താഹ ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹവനം, ഭഗവതി സേവ, ഭഗവതിക്ക് കലശം മുതലായവ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പൂജിച്ച കൃഷ്ണവിഗ്രഹം ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുകയായി. ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 13ാമത്തെ വർഷത്തെ സപ്താഹമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഡിസംബർ 21 മുതൽ 28 കൂടിയുള്ള ദിവസങ്ങളിൽ ആണ് സപ്താഹം നടക്കുന്നത്. സപ്താഹത്തിന് ആചാര്യനായി ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരി, മാളിക ഇല്ലം, അദ്ദേഹമാണ് ആചാര്യസ്ഥാനം വഹിക്കുന്നത്. തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി, പുനലൂർ വിഷ്ണു ഇവർ സഹ ആചാര്യന്മാരായിട്ട് കൂടെ ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കൃഷ്ണരാജൻ, എം പ്രേമലത, സുകന്യ, കെ ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റലി. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തുവരുന്ന അതിക്രമങ്ങളുടെ വിവരങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട് ആഭ്യന്തര വകുപ്പ്. എറണാകുളത്തെ സ്റ്റേഷനിൽ ഗർഭിണിയെ സ്റ്റേഷൻ SHO കർണത്തടിച്ച സംഭവമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്നത്. മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിന് കീഴിലുള്ള സേനയാണ് അതിക്രമങ്ങളുടെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇത്തരം അതിക്രമങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുതാര്യമായ വാർത്തകളിൽ നിന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ. എന്നാൽ അതിനെല്ലാം നാണം കെടുത്തുന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ മാറുക എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്, മലയാളിയുടെ സംസ്കാരത്തിൻ്റെ വീഴ്ചയാണ്, മലയാളികളെയും നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസുകാരുടെ വീഴ്ച കൂടെയാണ് എന്ന്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോലീസിൻ്റെ ഭാഗത്തുള്ള അതിക്രമം എന്ന് നമുക്ക് പറയാം. സ്റ്റേഷനിൽ ഭീകരമായിരിക്കുന്ന രീതിയിലെ മർദ്ദനം, അതുപോലെ തന്നെ ഒട്ടനവധി വാർത്തകളാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കുന്നത്. ഇതിൽ പോലീസിൻ്റെ മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കാം. കാരണം ജോലി സംബന്ധമായിട്ട് അവർക്ക് ഇത്തരത്തിൽ നിന്നും വിടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ആധ്യാത്മികമായിട്ട് ഇത്തരത്തിലുള്ള യോഗ ഇതൊക്കെ, അതുപോലെ തന്നെ അവർ നിരന്തരമായിരിക്കുന്ന പ്രാക്ടീസ് കുറവായിട്ട് വരുന്ന സംശയമുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാണ്. പക്ഷേ പൊതുവേ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച. ഷൊർണൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26-ന്. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ഓർമ്മയായി. നഷ്ടമായത് നടൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. മലയാളക്കരയ്ക്ക് ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ ഹൃദയം തുറന്ന കലാകാരന്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് തീരാ നഷ്ടം. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാട് നാട്ടുകർമ്മം തൃശൂരിൽ. പ്രധാന വേദി തേങ്ങിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിന് സാക്ഷിയായി. ഗുണനിലവാരക്കുറവും നിർമ്മാണ വസ്തുക്കളുടെ വിലവർദ്ധനവും കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ട് അടുപ്പിക്കുകയാണെന്ന് ലെൻസ്ഫെഡ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെറിയ വീട് വയ്ക്കുന്നവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ. ഗുണനിലവാരം ഉറപ്പുവരുത്താനും അടിക്കടിയുടെ വിലവർദ്ധനവ് തടയാൻ കളക്ടർ ചെയർമാനായ സമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത്
നിരാശാജനകമെന്നും കൃഷ്ണകുമാർ. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. കേരള യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് പഴയ ലക്കിടിയിൽ സ്വീകരണം. കമ്പ്യൂട്ടറിന്റെ കടന്നുവരവിനെ തടഞ്ഞതിലൂടെ രാജ്യത്ത് നടക്കേണ്ടിയിരുന്ന സാങ്കേതിക വിപ്ലവത്തിന് മങ്ങലേക്കുന്ന VK ശ്രീകണ്ഠൻ MP. എന്തിനേയും കണ്ണടച്ചെടുക്കുന്ന സമീപനത്തിലെ മാറ്റം ഗുണകരമാണെന്നും MP. AI കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ AI കോൺക്ലേവ് പാലക്കാട്. ഒറ്റപ്പാലം വറോഡിൽ യുവാവിനെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. പോലീസ് പിടിയിലായത് പനമണ്ണ അമ്പലവട്ടം സ്വദേശികളായ നിതീഷ് കുമാറും ഷിജിലും വെള്ളിനേഴി സ്വദേശി വൈശാഖും. കുന്നംകുളം കാണിപ്പയ്യൂരിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.